നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ വിമാനത്തിൽ വെച്ച് ഭാര്യയുടെ മർദ്ദനമേറ്റെന്ന് ചൂണ്ടിക്കാട്ടിയ വീഡിയോ വൈറൽ. താനും ഭാര്യ ബ്രിജിറ്റും തമ്മിൽ വഴക്കുണ്ടായെന്ന പ്രചരണങ്ങൾ നിഷേധിച്ച മാക്രോൺ വീഡിയോ പ്രേരിപ്പിച്ചത് റഷ്യൻ സ്റ്റേറ്റ് മീഡിയയും ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ അക്കൗണ്ടുകളും. വാട്ടർ സ്ട്രീറ്റിൽ വെച്ച് ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ പ്രീമിയർ ലീഗ് വിജയ ആഘോഷത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറി കുട്ടികൾ ഉൾപ്പെടെ 50 പേർക്ക് പരിക്ക്. കാറോടിച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ അറസ്റ്റിൽ, 2 പേരുടെ നില ഗുരുതരം. ഇംഗ്ലണ്ടിലെ വീടുകളിൽ നിന്നും ജൂൺ 30 മുതൽ പഴയ ഇലക്ട്രിസിറ്റി മീറ്ററുകൾ സ്വിച്ച് ഓഫ് ആക്കുകയെന്ന പ്രചാരണം ആശങ്കയിലാക്കുന്നത് 4 ലക്ഷത്തിലധികം കുടുംബങ്ങളെ. പഴയതരം ഇലക്ട്രിസിറ്റി മീറ്ററുകൾ കൈകാര്യം ചെയ്യുന്ന റേഡിയോ ടെലിസ്വിച്ച് സർവീസസ് ബ്രിട്ടനിൽ അങ്ങോളമുള്ള 4 ലക്ഷം വീടുകളിലെ മീറ്ററുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു. UK വിമാനത്താവളങ്ങളിൽ നിന്നും ഏറെ വൈകി ഓടുന്ന വിമാനങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം നേടി എയർ ഇന്ത്യ. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പഠനപ്രകാരം വൈകി ഓടുന്നതിൽ ഗാറ്റ്വിക് ബാംഗ്ലൂർ വിമാനം. ഹാൻഡ് ലഗേജിന് പ്രത്യേക ചാർജ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്ന റെയിനെയർ, ഈസിജെറ്റ്, വിസെയർ എന്നിവയുൾപ്പെടെ 7 വിമാന കമ്പനികളുടെ ടിക്കറ്റ് ഘടനാ നിരക്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂറോപ്യൻ ഉപഭോക്തൃ സംഘടനകൾ. LSK പ്രീമിയർ കപ്പിന്റെ 4th എഡിഷന് ജൂൺ 15-ന് ലിവർപൂളിൽ തുടക്കം. UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16 ടീമുകൾ മാറ്റിവയ്ക്കുന്ന വീറും വാശിയും നിറഞ്ഞു നിൽക്കുന്ന ക്രിക്കറ്റ് കാർണിവലിന് തുടക്കമാകുന്നു. യുക്മ നഴ്സസ് ഫോറവും യുക്മ യോർക്ക്ഷയർ ഹാംബർ റീജിയനും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ നഴ്സസ് ഡേ സെലിബ്രേഷൻ ഈ മാസം 31-ന് വെക്ക്ഫീൽഡിൽ. അത്ലറ്റിക് ക്ലബ് ന്യൂകാസിൽ സംഘടിപ്പിക്കുന്ന ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 19-ന് ന്യൂകാസിലിൽ. UKയിലുടനീളമുള്ള 11 മലയാളി ടീമുകളും ദുബായിൽ നിന്നുള്ള ഒരു ടീമും പങ്കെടുക്കും. കർമ്മലനാഥയുടെ സന്നിധിയിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 8ാമത് എയ്ഡ്സ് ഫോർട്ട് തീർത്ഥാടനം മെയ് 31-ന്. വാർത്തകൾ വിശദമായി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് വിമാനത്തിൽ വെച്ച് ഭാര്യയുടെ മർദ്ദനമേറ്റെന്ന് ലോകമെമ്പാടും വീഡിയോ സഹിതം വാർത്ത പരന്നു. താനും ഭാര്യ ബ്രിജിറ്റും തമ്മിൽ വഴക്കുണ്ടായെന്ന പ്രചരണങ്ങൾ ഫ്രഞ്ച് പ്രസിഡന്റ് നിഷേധിക്കുകയും ചെയ്തു. 72 വയസ്സുകാരിയായ ഭാര്യ 47-കാരനായ ഭർത്താവ് മാക്രോണിനെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. റഷ്യൻ സ്റ്റേറ്റ് മീഡിയയും ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ അക്കൗണ്ടുകളും പ്രേരിപ്പിച്ച വൈറൽ വീഡിയോയിൽ വിയറ്റ്നാമിൽ ഒരു വിമാനത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ മാക്രോണിൻ്റെ മുഖത്ത് ബ്രിജിറ്റ് അടിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത്. അടി കിട്ടിയതിൻ്റെ അമ്പരപ്പ് മാക്രോണിൻ്റെ മുഖത്ത് വ്യക്തമാണ്. പിന്നാലെ ടാർമാർക്കിൽ നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ച് മാക്രോൺ അഭിവാദ്യം ചെയ്യുന്നു. ഇരുവരും ഒരുമിച്ചാണ് വിമാനത്തിൽ നിന്നും ഇറങ്ങുന്നതും. എന്നാൽ ബ്രിജിറ്റ് തമാശയ്ക്കതിൻ്റെ മുഖത്ത് തള്ളുന്നതായി കാണിക്കുകയായിരുന്നു എന്നാണ് മാക്രോണിൻ്റെ നിലപാട്. അസോസിയേറ്റഡ് പ്രസ് ക്യാമറ ഓപ്പറേറ്റർ പകർത്തിയ വീഡിയോയിൽ ഹനോയിലേക്കുള്ള തുടക്കത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് വിമാനത്തിൻ്റെ വാതിലിൽ ഇറങ്ങാനായി പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. പിന്നാലെ ചുവന്ന കുപ്പായമിട്ട ഒരു കൈ മുഖത്ത് തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളുമുണ്ട്. പിന്നാലെ ഇതേ നിറത്തിലുള്ള കുപ്പായമിട്ട് ഭാര്യ ബ്രിജിറ്റ് മാക്രോണിന് പിന്നാലെ വന്നതോടെയാണ് വീഡിയോ വൈറലായത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ ഈ ദൃശ്യങ്ങൾ ടെലിഗ്രാമിൽ മാക്രോണിനൊരു റൈറ്റ് ലോക്ക് കിട്ടി എന്ന അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുകയായിരുന്നു. വാട്ടർ സ്ട്രീറ്റിൽ വെച്ച് ലിവർപൂൾ ഫുട്ബോൾ ക്ലബിന്റെ പ്രീമിയർ ലീഗ് വിജയ പരേഡിനിടയിലേക്ക് കാർ ഇടിച്ചു കയറി കുട്ടികൾ ഉൾപ്പെടെ 50 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു കാൽനട യാത്രക്കാരിലേക്ക് കാർ ഇടിച്ചു കയറിയത്. വാഹനത്തിന് ഡ്രൈവറെന്ന് കരുതുന്ന 53 വയസ്സുള്ള ബ്രിട്ടീഷുകാരനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. ക്ലബിൻ്റെ പ്രീമിയർ ലീഗ് വിജയം ആഘോഷിക്കാൻ തെരുവുകളിൽ നിന്നിരുന്ന ആയിരക്കണക്കിന് ലിവർപൂൾ ആരാധകർക്കൊപ്പമുള്ള ആഹ്ലാദ പ്രകടനമാണ് ദുരന്തത്തിലേക്ക് മാറിയത്. 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഒരു കുട്ടി ഉൾപ്പെടെ പരിക്കേറ്റവരിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ടായതായും നോർത്ത് വെസ്റ്റ് ആംബുലൻസ് സർവീസ് സ്ഥിരീകരിച്ചു. വാട്ടർ സ്ട്രീറ്റിന് സമീപത്ത് വെച്ച് തന്നെ 20-ലധികം രോഗികൾക്ക് ചികിത്സ നൽകി. 4 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇംഗ്ലണ്ടിലെ വീടുകളിൽ നിന്നും ജൂൺ 30 മുതൽ ഇലക്ട്രിസിറ്റി മീറ്ററുകൾ സ്വിച്ച് ഓഫ് ആക്കുകയാണെന്ന പ്രചാരണം ആശങ്കയിലാക്കുന്നത് 4 ലക്ഷത്തോളം കുടുംബങ്ങളെ. ഇതോടെ ഹീറ്റിങ്ങും ചൂടുവെള്ളവും ഇല്ലാത്ത അവസ്ഥ വീടുകളിൽ വന്നു ചേരുമോ എന്ന ഭയമാണിപ്പോൾ. പഴയതരം ഇലക്ട്രിസിറ്റി മീറ്ററുകൾ കൈകാര്യം ചെയ്യുന്ന റേഡിയോ ടെലിസ്വിച്ച് സർവീസസ് RTS ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളമുള്ള 4 ലക്ഷം വീടുകളിലെ മീറ്ററുകൾ സ്വിച്ച് ഓഫ് ചെയ്യുമെന്ന അറിയിപ്പും വന്നു കഴിഞ്ഞു. RTS സ്വിച്ച് ഓഫ് വരുന്നു, വൈദ്യുത വിതരണ കമ്പനിയുമായി ബന്ധപ്പെടുക എന്ന പരസ്യമാണ് കുടുംബങ്ങളെ ഇപ്പോൾ ആശങ്കയിലാക്കിയത്. ഓരോ ദിവസവും 1000-ഓളം മീറ്ററുകൾ മാറ്റുന്നുണ്ടെങ്കിലും ജൂൺ 30-ന് മുമ്പായി എല്ലാ വീടുകളിലും ഇത് സാധ്യമാക്കാൻ പ്രതിദിനം 5000-ലധികം മീറ്ററുകൾ മാറ്റേണ്ടി വരും. ഇതോടെയാണ് ജൂൺ 30 കഴിയുമ്പോൾ 4 ലക്ഷത്തോളം വീടുകളിൽ പ്രവർത്തിക്കാത്ത മീറ്ററുകൾ അവശേഷിക്കുമെന്ന സൂചന വരുന്നത്. UK വിമാനത്താവളങ്ങളിൽ നിന്നും ഏറ്റവും വൈകി പുറപ്പെടുന്ന വിമാനങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനം നേടി എയർ ഇന്ത്യ. ഗാറ്റ്വിക് ബാംഗ്ലൂർ വിമാനമാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പഠനപ്രകാരം വൈകി ഓടുന്നതിൽ 1ാം സ്ഥാനക്കാരൻ.
50 യാത്രകളുടെ കണക്കെടുത്താൽ ശരാശരി 80 മിനിറ്റോളമാണ് വിമാനം വൈകുന്നത്. ഇതാണ് യുകെയിലെ ഏറ്റവും അധികം വൈകുന്ന വിമാന റൂട്ടായി എയർ ഇന്ത്യ ഇടം പിടിക്കാൻ കാരണമായത്. കണക്കുകൾ പ്രകാരം സമയനിഷ്ഠയിൽ കൃത്യത പാലിക്കാത്ത രണ്ടാമത്തെ എയർലൈൻസ് ഗസി ആസ്ഥാനമായുള്ള ഓറിഗ്നി എയർലൈനാണ്. ശരാശരി 1000 മണിക്കൂറിലധികമാണ് ഓറിഗ്നിയുടെ വിമാനങ്ങൾ വൈകുന്നത്. തുർക്കിയിൽ കുറഞ്ഞ നിരക്കിൽ വിനോദസഞ്ചാരത്തിന് അവസരമൊരുക്കുന്ന വിമാന കമ്പനിയായ സൺ എക്സ്പ്രസ് 29 മിനിറ്റും എയർപോർട്ടുകൾ 25 മിനിറ്റുമാണ് ഈ റിപ്പോർട്ടിൽ ഒരു വർഷം ശരാശരി വൈകി ഓടുന്നത്. 2024 യുകെയിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങളിൽ ഐറിഷ് വിമാന കമ്പനിയായ എമറാൾഡ് എയർലൈൻസ് ആണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. വർഷത്തിൽ ശരാശരി 10 മിനിറ്റ് മാത്രമായിരുന്നു വൈകിയോട്ടം. 2024 യുകെയിൽ നിന്ന് 2500-ലധികം സർവീസ് നടത്തിയ വിമാന കമ്പനികളെ ഉൾപ്പെടുത്തിയായിരുന്നു പഠനം. ഹാൻഡ് ലഗേജിന് പ്രത്യേക ചാർജ്, യാത്രക്കിൽ നിന്നും ഈടാക്കുന്ന റൈനെയർ, ഈസിജെറ്റ്, വിസെയർ എന്നിവയുൾപ്പെടെ 7 വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്ക് ഘടനയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് യൂറോപ്യൻ ഉപഭോക്തൃ സംഘടനകൾ യൂറോപ്യൻ യൂണിയനോട് രേഖാമൂലം ആവശ്യപ്പെട്ടു. എയർലൈനുകൾ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയാണെന്നാണ് 44ഓളം ഉപഭോക്തൃ സംഘടനകളുടെ മാതൃസംഘടനയായ BEUCയുടെ ആരോപണം. വിമാനയാത്രയിൽ കയ്യിൽ കരുതുന്ന ഹാൻഡ് ലഗേജിന് പ്രത്യേക ചാർജ് യാത്രകളിൽ നിന്നും ഈടാക്കാമോ എന്ന വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട MPമാർ വ്യക്തത വരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഹാൻഡ് ലഗേജിന് ചാർജ് ഈടാക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സ്പാനിഷ് കോടതി വിധി യൂറോപ്യൻ യൂണിയൻ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് റെയിനെയർ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്കൽ ഓലിറി പറയുന്നു. 30 വർഷം മുമ്പ് പ്രാബല്യത്തിൽ വന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധിയെന്നും സ്പെയിൻ യൂറോപ്യൻ യൂണിയനിൽ ചേർന്നതോടെ യൂണിയൻ ചട്ടങ്ങൾ ബാധകമാകുകയാണെന്നുമാണ് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ വാദം. കഴിഞ്ഞ 3 വർഷമായി വിജയകരമായി നടത്തുന്ന LSK പ്രീമിയർ കപ്പിൻ്റെ 4th എഡിഷൻ ഈ വരുന്ന ജൂൺ 15 മുതൽ ലിവർപൂളിൽ നടക്കും. യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16 ടീമുകൾ മാറ്റിയിരിക്കുന്ന വീറും വാശി നിറഞ്ഞു നിൽക്കുന്ന ക്രിക്കറ്റ് കാർണിവലാണ് അരങ്ങേറുന്നത്. വൈറ്റ് ബോളിൽ നടക്കുന്ന ഗ്രൂപ്പ് സ്റ്റേജിലെ ക്രിക്കറ്റ് കളികൾ ജൂൺ 15, ജൂൺ 29 ദിവസങ്ങളിൽ വിരാളിലെ കാൽഡി ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചും ജൂലൈ 6 നടക്കുന്ന സെമിഫൈനൽ, ഫൈനൽ മത്സരങ്ങൾ സെയിൻറ്റ് ഹെലൻസ് പ്രസ്കോട്ട് ആൻഡ് ഒഡീസി ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിലുമാണ് നടക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നും സൂപ്പർ 8 സ്റ്റേജിലെത്തുമ്പോൾ നോക്കൌട്ട് മത്സരങ്ങൾക്കും തുടക്കമാകും. 2024 ചാമ്പ്യന്മാരായ ഡാർക്ക് നൈറ്റ്സ്, 1-2 സീസണിലെ ചാമ്പ്യന്മാരായ LSK സൂപ്പർ കിങ്സ് എന്നിവർ കിരീടം തിരിച്ചു പിടിക്കാൻ ഇറങ്ങും. 2024 റണ്ണറപ്പ് മെഡ്സി സ്ട്രൈക്കേഴ്സ്, 23 റണ്ണറപ്പ് നൈറ്റ് മാഞ്ചസ്റ്റർ, നോർത്ത് വെസ്റ്റിലെ പ്രമുഖ ടീമുകൾ എന്നിവയും മാറ്റിവയ്ക്കും. കലാശ പോരാട്ടത്തിലെ വിജയികൾക്ക് 1001 പൗണ്ടും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 501 പൗണ്ടും ട്രോഫിയും സമ്മാനമായി ലഭിക്കും. ഉക്മ നേഴ്സസ് ഫോറവും ഉക്മ യോർക്ക്ഷയർ ഹാംബർഗ് റീജിയനും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ നേഴ്സസ് ഡേ സെലിബ്രേഷൻ ഈ മാസം 31 വെക്ക്ഫീൽഡിൽ നടക്കും. യുകെയിലെ തൊഴിലിടങ്ങളിൽ മലയാളികളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്ന നഴ്സിംഗ് പ്രൊഫഷൻസിനെ അണിനിരത്തിയും അനുമോദിച്ചും നേഴ്സസ് ദിനം പ്രൗഢിയോടെയും അർഹമായ പ്രാധാന്യത്തോടെ നടത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. ഹോർബറി വർക്കിംഗ് മെമ്പേഴ്സ് ക്ലബ് വെക്ക്ഫീൽഡിൽ വച്ചാണ് പരിപാടി നടക്കുക. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അറിവ് മെച്ചപ്പെടുത്തൽ, നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ, കരിയർ മുന്നേറ്റം, കലാപരിപാടികൾ, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നിവയും ഉണ്ടാകും. യുകെയിൽ നഴ്സുമാരെ ജോലി ചെയ്യുന്നവർക്കും NMC രജിസ്ട്രേഷനെ കാത്തിരിക്കുന്നവർക്കും നഴ്സിംഗ് പ്രൊഫഷൻ ഉണ്ടായിരിക്കെ ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഇൻ്റർവ്യൂ, ജോലി കയറ്റം എന്നിവയിലടക്കം ഏറെ പ്രയോജനപ്പെടുന്ന സെഷനുകളും ക്രമീകരിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും CPD പോയിൻറ്സും നൽകും. ഉക്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB സെബാസ്റ്റ്യൻ നേഴ്സസ് ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നാഷണൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ഡാനിയൽ, റീജിയണൽ പ്രസിഡന്റ് അമ്പിളി S. മാത്യൂസ്, നാഷണൽ നഴ്സസ് കോർഡിനേറ്റർ സോണി ലൂബി, റീജിയണൽ സെക്രട്ടറി അജു വർഗീസ്, നഴ്സസ് കോർഡിനേറ്റർമാരായ ഹരികൃഷ്ണൻ, അലീന, മുൻ നാഷണൽ ജോയിന്റ് സെക്രട്ടറി സാജൻ സത്യൻ തുടങ്ങിയവരും പങ്കെടുക്കും. അത്ലറ്റിക് ക്ലബ് ന്യൂകാസിലെ നോർത്തുംബ്രിയ യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് സെന്ററിൽ വെച്ച് ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 19 നടക്കുന്ന ടൂർണമെന്റിൽ യുകെയിലുടനീളമുള്ള 11 മലയാളി ടീമുകൾക്കൊപ്പം ദുബായിൽ നിന്നുള്ള ടീമും മാറ്റുരയ്ക്കാണ്. ടൂർണമെന്റിലെ വിജയികൾക്ക് 651 പൗണ്ട്, രണ്ടാം സമ്മാനർക്ക് 351 പൗണ്ട്, മൂന്നാം സ്ഥാനക്കാർക്ക് 201 പൗണ്ട്, നാലാം സ്ഥാനം നേടുന്ന ടീമിന് 101 പൗണ്ട് എന്നിങ്ങനെ സമ്മാനവും ട്രോഫിയും ലഭിക്കും. കേരള വോളിബോളിലെ കൊമ്പന്മാർ മാറ്റിവയ്ക്കുന്ന കായിക മാമാങ്കത്തിൻ്റെ പ്രധാന സ്പോൺസർ ഐഡിയലിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. SM24 ഹെൽത്ത് കെയർ ലിമിറ്റഡ്, ആൻഡ്രിയാസ് ഓട്ടോ ഡീൽസ് ഗേറ്റ് ഹെഡ് ന്യൂകാസിൽ, മിൻറ്റ് ലീഫ് കേരള റെസ്റ്റോറൻറ്റ് മിഡിൽസ്ബ്രോ, അങ്കമാലി കിച്ചൺ ന്യൂകാസിൽ എന്നിവർ സഹ സ്പോൺസർമാരാണ്. 8ാമത് എയ്ഡ്സ് ഫോർഡ് തീർത്ഥാടനം മെയ് 31 ശനിയാഴ്ച നടക്കും. എയ്ഡ്സ് ഫോർഡിൽ ശനിയാഴ്ച നടക്കുന്ന 8ാമത് കർമ്മലനാഥയുടെ തീർത്ഥാടനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. കർമ്മലനാഥയുടെ സന്നിധിയിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന തീർത്ഥാടനം ബ്രിട്ടനിലെ ക്രൈസ്തവ വിശ്വാസികളുടെയും മരിയ ഭക്തന്മാരുടെയും ആത്മീയ സംഗമ വേദിയാകും. രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്ഥാപിക്കൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും. രൂപതയുടെ ലണ്ടൻ, കാൻറ്റർബറി റീജിയനുകളും എയ്ഡ്സ് ഫോർഡ് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ മിഷനുമാണ് തീർത്ഥാടനത്തിൻ്റെ ചുമതല വഹിക്കുന്നത്. മെയ് 31 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കൊടിയേറ്റ് നേർച്ചക്കാഴ്ചകളുടെ സ്വീകരണം, തുടർന്ന് 11:15 എയ്ഡ്സ് ഫോർഡിലെ
പ്രശസ്തമായ ജപമാലാരാമത്തിലൂടെ വിമൻസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കർമ്മല മാതാവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള കൊന്തപ്രദക്ഷിണം നടക്കും. 12:15 SMYM രൂപത മ്യൂസിക് ബാൻഡിൻ്റെ ലൈവ് മ്യൂസിക്കൽ പെർഫോമൻസ്. ഉച്ചയ്ക്ക് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രൂപതയിലെ വൈദികർ അർപ്പിക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന അടക്കം നടക്കും. തീർത്ഥാടനത്തിനനുബന്ധിച്ച് തിരുനാൾ പ്രസിദ്ധിയാക്കുന്നതിനും നേർച്ചക്കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും കഴുന്ന് മുടി എന്നിവ എഴുന്നള്ളിക്കുന്നതിനും അടിമ വയ്ക്കുന്നതിനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി പിൽഗ്രിമേജ് കോർഡിനേറ്റർ ഫാദർ ഷിനോജ് കളരിക്കൽ അറിയിച്ചു. UK ആദ്യകാല ശ്രീനാരായണ കൂട്ടായ്മയായ ചെമ്മഴുന്തി UK യുടെ വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. പൊതുയോഗത്തിൽ സുവർണൻ പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. പിന്നീട് നടന്ന സാംസ്കാരിക കലാപരിപാടികൾക്ക് ബൈജു വൈക്കം, ലൈജു രാഘവൻ, മിനി ലൈജു എന്നിവർ നേതൃത്വം നൽകി. UK പൗണ്ട് ഇന്നത്തെ മൂല്യം £1 115.57 ഇന്ത്യൻ രൂപ, $1 85.31 ഇന്ത്യൻ രൂപ, €1 97.05 ഇന്ത്യൻ രൂപ, £1 1.35 സ്പോർട്സ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ചൊവ്വാഴ്ച ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ തുടക്കമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 59 അംഗ ഇന്ത്യൻ സംഘം പങ്കെടുക്കുന്നുണ്ട്. മെഡൽ പട്ടികയിൽ ആദ്യ 3 സ്ഥാനങ്ങളിലൊന്നാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടാനുള്ള അവസരം കൂടിയാണ് ഏഷ്യൻ മീറ്റ്. ജാവലിൻ ത്രോയിലെ ഒളിമ്പിക് ഇരട്ട മെഡൽ ജേതാവ് നീരജ് ചോപ്ര ഒഴികെയുള്ള മിക്ക പ്രമുഖ താരങ്ങളും ഇന്ത്യയ്ക്കായി മത്സരരംഗത്തുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ നീരജിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി സ്വർണ്ണം നേടിയ പാകിസ്ഥാന്റെ അർഷാദ് നദീമും മീറ്റിനുണ്ട്. ഉയർന്നു വരുന്ന യുവതാരം സച്ചിൻ യാദവാണ് ജാവലിനിൽ ഇന്ത്യയുടെ പോരാട്ടം നയിക്കുന്നത്.